ഹായ് ഗായ്സ്, അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളതൊരു വെറൈറ്റി ടോപ്പിക്കും കൊണ്ടാണ്. ഇത് ഞാൻ യൂസ് ചെയ്തിട്ട് ഞാൻ എൻ്റെ കുട്ടിക്ക് യൂസാക്കിയിട്ട് നല്ല റിസൾട്ട് കിട്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ കൊണ്ട് നിങ്ങളുടെ അടുത്തേക്ക് വന്നിട്ടുള്ളത്. കാരണം ഒരു ചെറിയ ബേബീസൊക്കെ ഉള്ള എല്ലാ മമ്മാസും ഇത് കാണണം. കാരണം ഈ വെയിറ്റ് ലോസിനെന്ന് മാത്രമല്ല മക്കൾസിന് ഏറ്റവും നല്ലൊരു സാധനമാണ് ഇത് കൊടുക്കാൻ. ഇപ്പോൾ പ്രത്യേകിച്ച് ഇപ്പോൾ ഈ ചൂട് കാലത്ത് നമുക്ക് മക്കൾക്ക് ഏറ്റവും നന്നായിട്ട് കൊടുക്കാൻ പറ്റിയൊരു ഫുഡാണ്. അപ്പോൾ ഞാനിത് എൻ്റെ മാമൻ്റെ വൈഫാണ് ഇത് എനിക്ക് പറഞ്ഞു തന്നത് കേട്ടോ. ഞാൻ എൻ്റെ മോനെ ഇപ്പോൾ 10 മന്തായി. ഓനിക്ക് ഞാൻ 6 മന്ത് മുതലാണ് ഫുഡൊക്കെ കൊടുക്കാൻ തുടങ്ങിയത്. അപ്പോൾ ഈ ഒരു നമ്മൾ പുറത്തൊക്കെ പോകുമ്പോൾ എല്ലാവരും ചോദിക്കും എത്ര ആയി കുട്ടിക്ക് എന്നൊക്കെ ചോദിക്കുമ്പോൾ ഒരു 8 മന്തായി 9 മന്തായി എന്ന് പറയുമ്പോൾ എന്നോട് പറയണതാണല്ലോ അതിനുള്ള ഇല്ലല്ലോ കുട്ടി, ആൾ തീരെ ഇല്ലല്ലോ എന്ന് പറയുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു ഇടങ്ങേറായിരുന്നു. അങ്ങനെ ഞാൻ എല്ലാ ഫുഡ് ഐറ്റംസും ഞാൻ അങ്ങനെ മാറ്റി ട്രൈ ചെയ്ത് കൊടുത്തു നോക്കും. പിന്നെ ആക്കാണെങ്കിൽ കഴിക്കാൻ ഭയങ്കര ഒരു മടിയുള്ള കൂട്ടത്തിലും കൂടിയാണ്. എന്നാലും ഞാൻ എല്ലാ ഐറ്റംസും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ട്. അപ്പോൾ വേറെ ഉള്ളിലൊന്നും കിട്ടാത്ത ഒരു റിസൾട്ട് എനിക്കിതൊരു 7 ഡേയ്സ് കൊടുത്തപ്പോൾ നല്ലൊരു മാറ്റം എനിക്ക് കാണാൻ പറ്റി. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനൊരു വീഡിയോ ചെയ്യണമെന്ന് വിചാരിച്ചിട്ട് വന്നത്. അപ്പോൾ ചെറിയ കുട്ടികളുള്ള മമ്മാസിനൊക്കെ ഇതെന്തായാലും ഉപകാരപ്പെടും. അപ്പോൾ എല്ലാവരും ഈ ഒരു വീഡിയോ ഫുള്ളായിട്ട് വാച്ച് ചെയ്യണം, എന്നാലാണ് നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു ഫുൾ ഇതെങ്ങനെയെന്നൊക്കെ ഒന്ന് കിട്ടുള്ളൂ. അപ്പോൾ ഞാനിത് റെഡിയാക്കിയിട്ടുള്ളത് നമ്മളെ കുകപ്പൊടിയില്ലേ, 1.5 ടീസ്പൂണ് കുകപ്പൊടി എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 3/4 ടീസ്പൂണ് നമ്മളെ സ്വീറ്റ് പൊട്ടറ്റോൻ്റെ പൗഡറും കൂടി കൂട്ടിയിട്ടാണ് ഞാനിത് റെഡിയാക്കുന്നത്. പിന്നെ അതിന് മധുരത്തിന് വേണ്ടി യൂസ് ആക്കിയിട്ടുള്ളത് 3 ഡേറ്റ്സ് ഞാൻ ഒരു 1 അവർ മുന്നേ സാധാ പച്ചവെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നന്നായിട്ടൊന്ന് സോക്കായി വന്നപ്പോൾ കൈ കൊണ്ടൊന്ന് നരടിയെടുത്ത് അതയ്ക്ക് മധുരത്തിന് വേണ്ടി ചേർത്ത് കൊടുത്തത്. പിന്നെ കുറച്ചൊരു 3/4 ഗ്ലാസ് വെള്ളം കൂടി ചേർത്തിട്ട് നന്നായിട്ട് കട്ടൊന്നുമില്ലാതെ ഒന്ന് ഉടച്ച് സെറ്റാക്കി എടുക്കണം. എന്നിട്ട് പിന്നെ ഗ്യാസിൽ വെച്ച് കൈയെടുക്കാതെ നമ്മൾ ഇളക്കി കൊടുക്കണം. കൈയെടുക്കാതെ ഗ്യാസിൽ വെച്ച് ഇളക്കിയിട്ട് ഒരു കുറുക്ക് രൂപത്തിൽ അത് ആയി കിട്ടും. അതങ്ങനെ ആയതിൻ്റെ ശേഷം ഒരു 5 മിനിറ്റ് ഗ്യാസ് ഒന്ന് കുറച്ച് വെച്ചിട്ട് ഒന്ന് വെയിറ്റ് ചെയ്യുക, ഒന്ന് വേവാൻ വേണ്ടിയിട്ട്. അതിൽ ഇടയ്ക്ക് നമ്മളൊന്ന് വന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ പെട്ടെന്ന് അത് അടി പിടിച്ച് പോകും. ഇതിപ്പോൾ ഈ ചൂട് കാലത്തൊക്കെ നമുക്ക് മക്കൾക്ക് കൊടുക്കാൻ പറ്റിയ നല്ല അടിപൊളി സാധനമാണ്. ഇത് ഞാൻ 100% നിങ്ങൾക്ക് ഇതിൽ ഞാൻ ഉറപ്പ് തരും. കാരണം ഇത് കൊടുത്താൽ എന്തായാലും മക്കൾ വെയിറ്റ് ഗെയിൻ ഉണ്ടാവുന്നുള്ളതിൽ 100% ഞാൻ ഉറപ്പ് തരും. അത് മാത്രമല്ല കുട്ടികൾക്ക് നല്ലൊരു ഫുഡ് പ്രോഡക്റ്റും കൂടിയാണ് ഇത്. അങ്ങനെ ഞാൻ ഇത് ഒരു 5 മിനിറ്റ് കുക്ക് ചെയ്തെടുത്തതിൻ്റെ ശേഷം ഞാനിത് ആൾക്ക് കൊടുത്ത്. ഇത് കൊടുക്കുമ്പോഴും ആദ്യമൊന്നും കഴിക്കാൻ ഭയങ്കര മടിയായിരുന്നു. കാരണം ഇത് മധുരമൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ പിന്നെയും വലിയ കുഴപ്പമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ആദ്യം 1-2 പ്രാവശ്യമൊക്കെ ഒന്ന് കൈകൊണ്ടൊക്കെ തട്ടി മാറ്റുന്നുണ്ട് ആൾ. പിന്നെ അങ്ങനെ കുടിക്കുന്നുണ്ട്, വലിയ കുഴപ്പമില്ലാതെ കുടിച്ച് അങ്ങനെ റെഡിയാക്കി എടുക്കുന്നുണ്ട്. എന്തായാലും നമ്മൾ ഒരു നേരമാണ് ഇതാണ് കേട്ടോ ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസി എന്ന് പറയണത്. ഈ ഒരു ഇതിലാണ് കൊടുക്കേണ്ടത്. പിന്നെ ഒരു നേരമാണ് ഞാൻ ഈ ഒരു ഐറ്റം കൊടുക്കുന്നത്. എല്ലാ ദിവസവും ഒരു നേരം ഞാനിത് കൊടുക്കുന്നുണ്ട്. പിന്നെ കൂടുതൽ കൊടുക്കുമ്പം തന്നെ അവർക്കൊരു മടുപ്പാണ്. പിന്നെ ഇനി കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് ദിവസം അത് കൊടുത്തിട്ട് പിന്നെ ഒന്ന് കുറച്ച് ഗ്യാപ്പ് എടുത്തിട്ട് അങ്ങനെയൊക്കെ കൊടുക്കണം. അത് നന്നാവുക. കാരണം ഒരേ ഐറ്റം തന്നെ നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ അവർക്ക് ഒരു മടുപ്പൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇനി ഞാൻ മക്കൾസിൻ്റെ ഫുഡിൻ്റെ വീഡിയോസായിട്ട് വരണമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഈ ഒരു ഐറ്റം ഒന്ന് മക്കൾസ് ഉള്ളവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് റിസൾട്ട് കിട്ടിയാൽ എല്ലാവരും കമൻറ്റിലൂടെ ഒന്ന് അറിയിക്കണം. പിന്നെ ആദ്യമൊക്കെ വേണ്ടാന്നൊക്കെ പറഞ്ഞെന്നുണ്ടെങ്കിലും പിന്നെ നല്ല ഉഷാറായിട്ട് കഴിച്ചിരിക്കണം.